കുറച്ച് നേരം പോയി നോക്കുമ്പോൾ അതിൽ ഉറുമ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ആയുർവേദത്തിൽ പ്രമേഹം ഞാൻ പറഞ്ഞു 20 തരം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് തരം പിന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ടെസ്റ്റ് ചെയ്യും വേണം, പക്ഷെ അത് പുലർച്ചെ 5 മണിക്ക് വന്നിട്ട് എടുക്കുമെന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്തിനാ പുലർച്ചെ 5 മണിക്ക് വരണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ട് എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല, അത് കാരണം. കുറേ ആൾക്കാർ തെറ്റിദ്ധാരണയാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കഴിക്കരുതെന്നുണ്ട്. ശരിക്കും ഫാസ്റ്റിങ് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ പ്ലെയിൻ വെള്ളം കുടിക്കാം. ചായ, കാപ്പി, ജ്യൂസ്, കാർബണേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കുടിക്കരുതെന്നാണ് പറയണത്. പ്ലെയിൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതിന്. അങ്ങനത്തെ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് പലരും പറയുന്നത്. അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിൻ്റെ വെയിൻസൊക്കെ എടുത്ത് കാണും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പ്ലെയിൻ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഷുഗർ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പലതരം ടെസ്റ്റുകളുണ്ട്. അതായത് ഫാസ്റ്റിംഗ് ഉണ്ട്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് എടുക്കുന്ന ടെസ്റ്റിനെയാണ് ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെ PPBS, അതായത് ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് പോസ്റ്റ് പാൻഡൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്, PPBS. പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം അവർ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറായിട്ടുള്ള കണ്ടൻസ് ഉള്ളത്, ഇപ്പോൾ ചക്ക, പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, ചോറ് ഒഴിവാക്കുക. എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് പറയും ഞങ്ങൾക്ക് ഷുഗർ ലെവല് ഇല്ല, ഷുഗർ ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തെ ആവറേജ് കിട്ടുന്ന ഒരു ഷുഗർ ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറഞ്ഞിട്ട്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ GRBS, RBS എന്ന് പറഞ്ഞിട്ട് റാൻഡം ബ്ലഡ് ഷുഗർ, അതായത് അതിന് ഭക്ഷണം കഴിക്കും വേണ്ട, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് വേണ്ട, എപ്പോൾ വേണമെങ്കിലും പോയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് RBS എന്ന് പറഞ്ഞിട്ട്, റാൻഡം ബ്ലഡ് ഷുഗർ. പിന്നെ ഇപ്പോൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകൾ നമുക്ക് ഷുഗറായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. പിന്നെ ഷുഗർ ഒരു വലിയൊരു സംഭവം പോലെയാണ് ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. അത്രയും വലിയ പേടിക്കാനുള്ള ഒരു അസുഖമൊന്നുമല്ല ഷുഗർ. പിന്നെ ആയുർവേദം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്, പ്രമേഹം എന്നാണ് പറയുന്നത് ഷുഗറിന്. ഇത് ആഢ്യ രോഗമായിട്ടാണ് പറയുന്നത്. ആഢ്യ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഢ്യം എന്ന് പറയുന്നത് സമ്പന്നൻ അല്ലെങ്കിൽ പണക്കാരനാണ്. പണക്കാരന് വരുന്ന ഒരു അസുഖമാണ് ഷുഗർ. അത് ശരിയാണ്. കാരണം പണക്കാരൻ എന്ന് പറയുന്നത് പണിയെടുക്കില്ല, തടിച്ചിരിക്കുന്ന ആൾ. തടിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ശരിക്കും പറഞ്ഞിട്ട് ഷുഗർ വരുന്നത്. അതായത് ശരിക്കും ഇപ്പോൾ മോഡേൺ മെഡിസിൻകാരാണെങ്കിലും പറയണത് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി തടിച്ചിരിക്കുക, സെഡൻറ്ററി ലൈഫ്, അതായത് മേലനങ്ങി പണിയാത്ത ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഈ ഷുഗർ വരാൻ കാരണം എന്ന് പറയുന്നത്.